ഹലോയാണ് iPlusന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പ്രോബബിലിറ്റിയുടെ ഏരിയ എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളുമാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ നോക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനു മുന്നേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ പ്രോബബിലിറ്റിയുടെ ആ ഒരു ഏരിയയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറഞ്ഞിട്ടുള്ള കുറച്ച് കോൺസെപ്റ്റുകളാണ് ഈ എക്സ്ഹോസ്റ്റീവ് ഈവന്റ്, അതേപോലെ മ്യൂച്വലി എക്സ്ക്ലൂസീവ്, ഇൻഡിപെൻഡന്റ് ഈവന്റ്, ഡിപെൻഡന്റ് ഈവന്റ് എന്നൊക്കെയുള്ള കുറച്ച് കോൺസെപ്റ്റ്സ്. അപ്പം ആ കൂട്ടത്തില് മ്യൂച്വലി എക്സ്ക്ലൂസീവ്നെസ്സും അതേപോലെ ഇൻഡിപെൻഡൻസും. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാല് അവിടെ നമ്മൾ ഡിസ്ജോയിന്റ് ഈവന്റ് എന്നും കൂടി അതിനെ വിളിക്കുന്നുണ്ട്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ ഡിസ്ജോയിന്റ് ഈവന്റ് ആണ്. ദെൻ ഇൻഡിപെൻഡന്റ് ഈവന്റ്. അപ്പൊ ഇത് എന്തിനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വീണ്ടും എടുത്തു കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാല് ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാനുണ്ട്. അതായത് ക്വസ്റ്റ്യനില് എക്സാമിന് ചിലപ്പം മ്യൂച്വലി ഇൻഡിപെൻഡന്റ് ഈവന്റ് എന്താണെന്നൊന്നും ചോദിക്കാൻ പോകുന്നില്ല, മറിച്ച് ഈ മ്യൂച്വലി ഇൻഡിപെൻഡന്റ് ഈവന്റ്സിന്റെ സവിശേഷതകൾ ഉപയോഗിച്ച് അതേപോലെ ഇൻഡിപെൻഡന്റ് ഈവന്റ്സിന്റെ സവിശേഷതകൾ ഉപയോഗിച്ച് അത് അപ്ലൈ ചെയ്തുകൊണ്ട് ചെയ്യേണ്ട പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കാനായിട്ട് കൂടുതൽ സാധ്യത. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മൾ റിവൈസ് ചെയ്യുമ്പം കാണുന്നത് അതാണ്. അതുകൊണ്ട് ഇതിന്റെ ഈ ഒരു ഏരിയയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള പ്രോബ്ലംസ് കൂടുതൽ ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമുക്ക് ഫോക്കസ് ചെയ്യാം. അപ്പൊ അതിനു മുന്നേ ഒന്നുകൂടെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്, എന്തായിരുന്നു ഇൻഡിപെൻഡന്റ് ഈവന്റ്, എന്തായിരുന്നു എക്സ്ക്ലൂസീവ് ഈവന്റ് എന്നൊക്കെയുള്ളത് നോക്കാം. ഡിറ്റർമൈൻ വെദർ ടു ഈവന്റ്സ് ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് വെദർ ടു ഈവന്റ്സ് ആർ ഇൻഡിപെൻഡന്റ്. ഇന്ന് ഇത് ഇവിടെ കൊടുത്ത എന്തിനാന്ന് വെച്ചാല് ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാം. അതായത് ഒരു പ്രോബ്ലം തരും, ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ തരും, എന്നിട്ട് ചോദിക്കും ഈ ഈവന്റ് അല്ലെങ്കിൽ ഈ സാഹചര്യത്തിൽ ഈ ഒരു ഈവന്റ്സ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ, അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആണോ, അല്ലെങ്കിൽ ഡിപെൻഡന്റ് ആണോ, അല്ലെങ്കിൽ നോട്ട് ഡിപെൻഡന്റ് ആണോ, നോട്ട് ഇൻഡിപെൻഡന്റ് ആണോ എന്നൊക്കെ ചോദിക്കും. അപ്പൊ ഈ സമയത്ത് നമുക്ക് എങ്ങനെയാണ് അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണെന്നും അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ആണെന്നും ഒക്കെ പറയാൻ സാധിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ടു ഈവന്റ്സ് ഇൻഡിപെൻഡന്റ് ആവണം എന്നുണ്ടെങ്കിൽ അവിടെ താഴെ പറയുന്ന ഈ കുറച്ച് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് രണ്ട് ഈവന്റ്സ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ആയിരിക്കും. അതായത് രണ്ട് ഈവന്റ്സ് തമ്മിൽ ഒരു ബന്ധവും ഇല്ല, രണ്ടും ഇൻഡിപെൻഡന്റ് ആണ്. ഒന്ന് ഒക്കർ ചെയ്താൽ അത് മറ്റേതിന്റെ ഒക്കറൻസിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല, അഫക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഇൻഡിപെൻഡന്റ് ഈവന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോ രണ്ട് ഈവന്റ്സ് ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് പി ഓഫ് എ ഗിവൺ ബി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ, എ സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി ഗിവൺ ബി ഓൾറെഡി ഹാപ്പൻസ്. അപ്പൊ ബി ഓൾറെഡി നടന്നു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എ നടക്കാനുള്ള സാധ്യത എത്രയാണ്? ഇപ്പൊ കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് എ ആണ്, പക്ഷെ ബി അവിടെ ഓൾറെഡി നടന്നു കഴിഞ്ഞു. അപ്പോ ഈ രണ്ട് ഈവന്റും ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ, അതായത് രണ്ട് ഈവന്റ്സും തമ്മിൽ ബന്ധമൊന്നുമില്ല, ഒന്ന് നടന്നാൽ അത് മറ്റേത് നടക്കാതിരിക്കാൻ കാരണമാവുന്നൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ, ഈ ഗിവൺ ബി എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് എനെ ബാധിക്കോ? ഇല്ല. ബി എന്തായാലും പ്രോബബിലിറ്റി ഓഫ് എ എന്താണോ അത് തന്നെയാ പ്രോബബിലിറ്റി ഓഫ് എ. അങ്ങനെയാണെങ്കിൽ പി ഓഫ് എ ഗിവൺ ബിനെ നമുക്ക് പി ഓഫ് എ എന്ന് തന്നെ എഴുതാലോ, എഴുതാം. ഇനി ഇതേപോലെ പി ഓഫ് ബി ഗിവൺ എ, അതായത് കാണേണ്ടത് പ്രോബബിലിറ്റി ഓഫ് ബി ആണ്, ബി നടക്കാനുള്ള സാധ്യതയാണ് കാണേണ്ടത്. Given A has already happened or A has already occurred. A already occur ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബി സംഭവിക്കാനുള്ള സാധ്യത. ഇവിടെയും ഇൻഡിപെൻഡന്റ് ആണ്, എയും ബിയും തമ്മിൽ ബന്ധമൊന്നുമില്ല. എ നടന്നാൽ അത് ബി നടക്കാതിരിക്കാൻ കാരണമാവുന്നൊന്നുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബി നടന്നാൽ അത് എ നടക്കാതിരിക്കാനും കാരണമാവുന്നില്ല. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് ബി എന്താന്ന് ചോദിച്ചാല് നമ്മൾ എന്റെ കാര്യം പറയേണ്ടതുണ്ടോ? ഇല്ല. എ എന്തോ ആയിക്കോട്ടെ, പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ പ്രോബബിലിറ്റി ഓഫ് ബി തന്നെ ആയിരിക്കും. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ,
പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് ബി. ഈ ആൻഡിന് പകരം നമുക്ക് എന്തുപയോഗിക്കാം? പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഒന്നും കൂടെ പറയാം അല്ലെ. പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ആയിരിക്കും. സോ ഇതാണ് നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പം ഇത്തരം കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും ഒരു ഇൻഡിപെൻഡന്റ് ഈവന്റ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ട് ഈവന്റ് എ ആൻഡ് ബി ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ അവിടെ പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പി ഓഫ് എ ആയിരിക്കും. അതേപോലെ പി ഓഫ് ബി ഗിവൺ എ ഈക്വൽ ടു പി ഓഫ് ബി ആയിരിക്കും. അതേപോലെ പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഓർ പി ഓഫ് എ ആൻഡ് ബി എന്ന് പറയുന്നത് പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ആയിരിക്കും. ഇനി കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഈവൻസ് എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡന്റ് if the knowledge that one occurred does not affect the chance of the occurrence of other. For example, the outcome of two rolls of a fair die are independent events. അതായത് രണ്ട് തവണ ഒരു ഡൈ രണ്ട് തവണ നമ്മൾ റോൾ ചെയ്യാണ്. The outcome of the first roll does not change the probability for the outcome of the second roll. ഒരു തവണ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ ഡ്രോ ചെയ്തു നമുക്ക് 6 കിട്ടിയെന്ന് വിചാരിക്കാം. ഈ സെയിം ഡൈ നമ്മൾ രണ്ടാമത്തെ തവണ ഡ്രോ ചെയ്യുന്നു, അപ്പൊ 6 വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഒന്നാമത്തെ തവണ 6 വന്നു, രണ്ടാമത്തെ തവണയും വേണമെങ്കിൽ വരാതിരിക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. ഒരു തവണ ഡ്രോ ചെയ്തു, അത് ഒന്നാമത്തെ ഇവന്റ്. രണ്ടാമത്തെ തവണ ഡ്രോ ചെയ്തു, അത് രണ്ടാമത്തെ ഇവന്റ്. അപ്പൊ ഒന്നാമത് 6 വന്നാൽ രണ്ടാമത് 6 വരാതിരിക്കാനൊന്നും സാധ്യത ഇല്ല, വരാതിരിക്കാം. To show two events are independent, you must show only one of the above conditions. If two events are not independent, then they say that they are dependent. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഏതെങ്കിലും കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ അവിടെ രണ്ട് ഈവന്റ്സ് എന്താണ്? ഇൻഡിപെൻഡന്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് ഈവന്റും ഡിപെൻഡന്റ് ആണ്. ഇനി ഈ ഡിപെൻഡന്റിനെയും ഇൻഡിപെൻഡന്റിനെയും നമുക്ക് വേറൊരു ടേം വെച്ചും കൂടെ പറയാം. നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കണ്ടീഷണൽ പ്രോബബിലിറ്റി പഠിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് വിത്ത് റീപ്ലേസ്മെന്റും വിത്തൗട്ട് റീപ്ലേസ്മെന്റിന്റെയും ഒക്കെ കണ്ടീഷൻസ്. അപ്പൊ ഇവിടെ when sampling is done with റീപ്ലേസ്മെന്റ് ആണെങ്കിൽ, അതായത് ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, ആ ബാസ്ക്കറ്റിൽ റെഡ് ബോൾസും ഉണ്ട്, വൈറ്റ് ബ്ലാക്ക് ബോൾസും ഉണ്ട്. 2 റെഡ് ബോൾ ആണുള്ളത്, 4 ബ്ലാക്ക് ബോൾസും ആണ് ഉള്ളത്. ഇനി നമ്മൾ ഒന്നാമത്തെ 2 തവണയാണ് ബോൾ എടുക്കുന്നത് ഈ ബാസ്ക്കറ്റിൽ നിന്നും. ഒന്നാമത്തെ തവണ ഒരു ബോൾ എടുത്തു, അത് റെഡ് ബോൾ ആയിരുന്നു. ഓക്കെ, അപ്പം ബാസ്ക്കറ്റിൽ നേരെ ഈ റെഡ് ബോളിന്റെ എണ്ണം കുറഞ്ഞു, 2 എന്നുള്ളത് 1 ആയി. അല്ല, 1 നമ്മൾ എടുത്തു കഴിഞ്ഞല്ലോ. ഇനി ഈ എടുത്ത ബോളിനെ നമ്മൾ വീണ്ടും ഈ ബാസ്ക്കറ്റിലോട്ട് തന്നെ ഇടുക. അപ്പൊ അഗെയിൻ ഇവിടെ 2 ബോൾ തന്നെയായി, റെഡ് ബോൾ. എന്നിട്ട് നമ്മൾ രണ്ടാമത് എടുക്കുക. അപ്പൊ അതിനർത്ഥം ഒന്നാമത്തെ എടുത്തതിനെ നമ്മൾ റീപ്ലേസ് ചെയ്തു. അത് നെക്സ്റ്റ് തവണ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒന്നാമത് എടുത്ത ബോളിനെ ആ ബാസ്ക്കറ്റിൽ തന്നെ ഇട്ടു. ദാറ്റ് വിത്ത് റീപ്ലേസ്മെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമതും എടുക്കുമ്പോഴും റെഡ് ബോൾ വരാനുള്ള സാധ്യത എത്രയാണ്? ഈ 2 തന്നെയാണ് അല്ലെ. 2/6 തന്നെയാ വരിക, 2 തന്നെയാ. കാരണം രണ്ടാമത് നമ്മൾ എടുക്കുമ്പോ ഈ ഒന്നാമത് എടുത്ത റെഡ് ബോൾ തിരിച്ച് ബാസ്ക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ഈവൻസിനെ നമുക്ക് എന്ത് വിളിക്കാം? 2 തവണ ബോൾ എടുക്കുമ്പോഴും നമുക്ക് കിട്ടിയ 2 ഈവൻസും ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറഞ്ഞാല് ഒന്നാമത്തെ തവണ റെഡ് ബോൾ എടുത്തു എന്ന് വിചാരിച്ച് രണ്ടാമത്തെ തവണ റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി അവിടെ നഷ്ടപ്പെടുന്നില്ല. കാരണം ഒന്നാമത് എടുത്ത ബോൾ നമ്മൾ തിരിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഈ കണ്ടീഷനെ നമ്മൾ വിത്ത് റീപ്ലേസ്മെന്റ് എന്നും പറയും. ഇപ്പൊ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് തരിക ഇങ്ങനെ ബാസ്കറ്റിൻ ബോളിന്റെ ക്വസ്റ്റ്യൻ തന്നു, അതിന് വിത്ത് റീപ്ലേസ്മെന്റ് ആണെങ്കിൽ 2 ഈവൻസ് സംഭവിക്കാനുള്ള പ്രോബബിലിറ്റി അങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഉപയോഗിക്കാം. ഈ 2 ടേം ഒന്നാണ് എന്ന്
മനസ്സിലാക്കുക. ഇനി ഇത് നമ്മൾ പറഞ്ഞത് വിത്ത് റീപ്ലേസ്മെന്റിന്റെ കാര്യം. ഇനി നേരെ മറിച്ച് സെയിം ബാസ്കറ്റ് 2 റെഡ് ബോൾ ഉണ്ട്, 4 ബ്ലാക്ക് ബോൾസും ഉണ്ട്. ഇതിൽ ആദ്യം നമ്മൾ ഒരു റെഡ് ബോൾ എടുത്തു. അപ്പം ബാസ്കറ്റിൽ ഉള്ള ബോളിന്റെ എണ്ണം കുറഞ്ഞു, 2 എന്നുള്ളത് മാറി. ഇപ്പൊ ഒരു റെഡ് ബോൾ മാത്രമേ ഉള്ളൂ. കാരണം 1 നമ്മൾ കയ്യിൽ വെച്ചു. തിരിച്ച് നമ്മൾ രണ്ടാമത് അത് എടുക്കുമ്പോ അത് തിരിച്ചിടുന്നില്ല. ഈ റെഡ് ബോൾ നമ്മളെ കയ്യിൽ തന്നെ വെക്കുക, ബാസ്കറ്റിൽ ഇടുന്നില്ല. അപ്പൊ രണ്ടാമത് എടുക്കുമ്പം റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി ചോദിച്ചാല് അവിടെ 2 ബോൾ ഇല്ല ബാസ്കറ്റിൽ, അല്ലെ? റെഡ് ബോൾ ഒന്നേ ഉള്ളൂ. അപ്പൊ എന്താകും? 1/5 ആകും, അല്ലെ? ടോട്ടൽ 5 ബോളേ ഉള്ളൂ. ഒന്നാണെങ്കിൽ അത് റെഡ് ബോൾ ആണ് നമ്മൾ എടുത്തത്. അപ്പൊ 1/5 ആയിരിക്കും പ്രോബബിലിറ്റി, രണ്ടാമത്തെ തവണ റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പോ രണ്ടാമത്തെ തവണ മീൻസ് രണ്ടാമത്തെ ഈവന്റ് നടക്കാൻ ഉള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ നടക്കുന്ന പ്രോബബിലിറ്റി എന്ന് പറയുന്നത് ഒന്നാമത്തെ ഈവന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? അപ്പൊ ഒന്നാമത് റെഡ് എടുത്തത് കൊണ്ട് രണ്ടാമത് റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അവിടെ കുറയുന്നുണ്ട്. അതായത് 2 ഈവന്റും ഡിപ്പെൻഡന്റ് ആണ്. ഒന്ന് സംഭവിച്ചാല് അത് മറ്റേതിന്റെ ഒക്കറൻസിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് വിത്തൗട്ട് റീപ്ലേസ്മെന്റ്. നമ്മൾ എടുത്ത ബോൾ തിരിച്ച് അതിനകത്ത് റീപ്ലേസ് ചെയ്യുന്നില്ല. അതുകൊണ്ടാണ് ഈ പ്രശ്നം പറ്റിയത്. സോ ആ കേസിൽ നമ്മൾ ഡിപ്പെൻഡന്റ് ഈവന്റ് ആണ് അല്ലെങ്കിൽ നോട്ട് ഇൻഡിപെൻഡന്റ് ഈവന്റ്സ് ആണ് രണ്ടും, ആൻഡ് ദാറ്റ് ഈസ് ഡൺ വിത്തൗട്ട് റീപ്ലേസ്മെന്റ് എന്നും പറയും. അപ്പൊ ഇതാണ് ഇൻഡിപെൻഡൻസും അതേപോലെ മ്യൂച്വലി എക്സ്ക്ലൂസീവ്നെസ്സും. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോബബിലിറ്റിയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതാണ്, എന്നാലും നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇത് സൂചിപ്പിച്ചു എന്ന് മാത്രം. ഓക്കെ, നോക്കാം. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പം ചില സമയത്ത് നമ്മൾ കാണാറുണ്ട് കാർഡ്സിന്റെ ബേസിലുള്ള ക്വസ്റ്റ്യൻസ്. അതായത് കോയിൻസ് ടോസ് ചെയ്യുന്നത്, അതേപോലെ ഡൈസ് ത്രോ ചെയ്യുന്നത്, പിന്നെ ബോൾസ് ബാസ്കറ്റിൽ നിന്ന് ബോൾസ് എടുക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതേപോലെ കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ് കാർഡ്സ് ഷഫിൾ ചെയ്യുന്ന കേസിലുള്ള ക്വസ്റ്റ്യൻസ്. അപ്പം ഒരു ഡക്ക് കാർഡ് എന്ന് പറഞ്ഞാല് അതിനകത്ത് എത്ര കാർഡ്സ് ഉണ്ടാവും, ആൻഡ് അതില് ഓരോരോ ടൈപ്പ് കാർഡും എത്ര എണ്ണം ഉണ്ടാവും, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം ചിലപ്പം ക്വസ്റ്റ്യനില് ഇങ്ങനെ ഇത്ര കാർഡ്സ് ഉണ്ട്, അതിൽ ഇത്ര പാക്കറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു പാക്കറ്റ് കാർഡ് ഉണ്ട്, അതില് ഇത്ര ഏസ് ഉണ്ട്, ഇത്ര ഹേർട്ട് ഉണ്ട്, അങ്ങനെയൊന്നും ചിലപ്പം പറയില്ല. ചിലപ്പോൾ നല്ല എന്തായാലും പറയാൻ പോകുന്നില്ല. ഒരു ഡക്ക് കാർഡില് അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ഓഫ് കാർഡിന് ഇത്ര ഏസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര, അല്ലെങ്കിൽ ഹാർട്ട് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്ര, ഇങ്ങനെയൊക്കെയാണ് ചിലപ്പം ചോദിക്കുന്നുണ്ടാവുക. അപ്പൊ എത്ര ഏസ് ഉണ്ട്, എത്ര ഹാർട്ട് ഉണ്ട്, ഇതൊക്കെ അറിഞ്ഞാല് അല്ലെങ്കിൽ ഒരു പാക്കറ്റിൽ ഒരു സ്റ്റാൻഡേർഡ് പാക്കറ്റിൽ എത്ര ഹാർട്ട് ഉണ്ടാവും, എത്ര പിന്നെ ഏസ് ഉണ്ടാവും എന്നൊക്കെ അറിഞ്ഞാലേ നമുക്ക് ആ പ്രോബ്ലംസ് വന്നാൽ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഒരു ഫെയർ ആയിട്ടുള്ള ഒരു വെൽ ഷഫിൾഡ് ഡക്ക് ഓഫ് 52 കാർഡ്സ് എന്ന് പറയുന്നത് എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഇതിലൂടെ മനസ്സിലായി, ഒരു ഡക്ക് കാർഡ് എന്ന് പറയുമ്പോൾ ഒരു ഡക്ക് കാർഡ്സ് എന്ന് പറയുമ്പോൾ അതില് 52 കാർഡ്സ് ആണ് ഉണ്ടാവുക. നമ്മൾ കാർഡ്സ് ഗെയിം ഒക്കെ കളിക്കാറുണ്ടാവും അല്ലെ, വീട്ടിലൊക്കെ ചുമ്മാ അതൊക്കെ കളിക്കാറുണ്ടാവും, ചെറുപ്പത്തിലൊക്കെ നമ്മൾ കളിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതിനകത്ത് ഒരു ഡക്ക് കാർഡ് എന്ന് പറഞ്ഞാല് അതില് 52 കാർഡ്സ് ആയിരിക്കും ഉണ്ടായിരിക്കും. അപ്പൊ ഇത് പഠിച്ചു വെക്കണം. ഇത് പഠിച്ചാലേ പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യൻ ഇത്തരത്തിൽ വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഓർത്ത് വെക്കാം, 52 കാർഡ്സ് അടങ്ങുന്നതാണ് ഒരു ഡക്ക് അല്ലെങ്കിൽ ഒരു പാക്കറ്റ് കാർഡ് എന്ന് പറയുന്നത്. ഇനി ഈ 52 കാർഡ്സും എങ്ങനെയാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ 52 കാർഡ്സില് 4 സ്യൂട്ട്സ് കാർഡ്സ് ആണ് ഉള്ളത്. അതായത് ചുരുക്കി പറഞ്ഞാൽ ഈ 52 കാർഡിന് നമ്മൾ എഗെയിൻ 4 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നു. അതിൽ ഒന്നാമത്തത് ക്ലബ്സ്, രണ്ടാമത്തത് ഡയമണ്ട്സ്, മൂന്നാമത്തത് ഹാർട്സിന്റെ കാറ്റഗറി, നാലാമത്തത് സ്പേഡ്സിന്റെ കാറ്റഗറി. ഇങ്ങനെ 4 കാറ്റഗറി ആയിട്ട് വീണ്ടും ഈ 52 കാർഡിനെ നമ്മൾ തിരിക്കാം. ഇനി ഈ ക്ലബ്സ് അതേപോലെ തന്നെ സ്പേഡ്സ്, ഇത് രണ്ടും ബ്ലാക്ക് കാർഡ്സ് ആയിരിക്കും. ക്ലബ്സും സ്പേഡ്സും ബ്ലാക്ക് ആയിരിക്കും. ദെൻ ഡയമണ്ട്സും അതേപോലെ ഹാർട്ടും എന്തായിരിക്കും? റെഡ് ആയിരിക്കും. ഡയമണ്ട്സ് ആൻഡ് ഹാർട്ട്സ്
ഇത് രണ്ടും റെഡ് ആയിരിക്കും. ഓക്കെ, ഇനി ഈ ക്ലബ്സിന്റെ അണ്ടറില് 13 കാർഡുകൾ വരും. അതേപോലെ ഡയമണ്ട്സ് 13 ഡയമണ്ട് കാർഡുകളാണ് ഉള്ളത്. ഹാർട്ട് ഷേപ്പുള്ള കാർഡുകളും അഗെയിൻ 13 എണ്ണമാണ് ഉള്ളത്. സ്പേഡ്സിന്റെ ഷേപ്പുള്ള കാർഡുകളും 13 കാർഡുകളാണ് ഉള്ളത്. There are 13 cards in each suit. ക്ലബ്സ്, ഡയമണ്ട്സ്, ഹാർട്ട്സ്, സ്പേഡ്സ്, ഈ ഓരോ കാറ്റഗറിയിലും അല്ലെങ്കിൽ ക്ലബിന്റെ രൂപത്തിലുള്ള 13 എണ്ണം ഉണ്ട്, ഡയമണ്ട്സിന്റെ രൂപത്തിലുള്ള 13 എണ്ണം ഉണ്ട്, ഹാർട്ട്സിന്റെ ഷേപ്പിലുള്ള 13 എണ്ണം ഉണ്ട്, ദെൻ സ്പേഡ്സ് ഷേപ്പ് വരുന്നത് 13 കാർഡ്സ് ഉണ്ട്. ഇനി ഈ 13 ക്ലബ്സ് കാർഡ് ഉണ്ട് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഈ ക്ലബ്സിന്റെ ഈ 13 കാർഡുകൾക്കും നമ്മൾ ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതാണ് 1 മുതൽ 10 വരെയുള്ള നമ്പർ. ഈ 1ന് പകരം ചില കാർഡ്സിൽ എയ്സ് എന്നാണ് കൊടുത്തിട്ടുണ്ടാവുക. 1ന് പകരം എയ്സ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എയ്സ് ഉണ്ട്. ദെൻ 2 to 10 വരെയുള്ള നമ്പർ ഉണ്ട്. അപ്പൊ എന്തായി? 10 എണ്ണം അവിടെയായി. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 13 എണ്ണം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ 13ലും ബാക്കി 3 എണ്ണം എന്താ? നമ്പർ കഴിഞ്ഞു. ബാക്കി 3 എണ്ണം ജാക്ക്, ക്വീന്, കിങ്. കിങ്, ക്വീന്, ജാക്ക്, ദെൻ എയ്സ് ഉണ്ട്, ദെൻ 2 to 10 വരെയുള്ള നമ്പറും ഉണ്ട്. അല്ലെങ്കിൽ എയ്സിന് പകരം 1 എന്നും കാണും. അപ്പൊ ഇങ്ങനെ ക്ലബ്സിന്റെ അണ്ടറിലുള്ള 13 കാർഡുകൾ. ഇനി ഇതേപോലെ ഈ സെയിം നമ്പർ ഓഫ് കാർഡ്സ് പേരുകളിലുള്ളത് ഡയമണ്ടിന്റെ ഷേപ്പിൽ അല്ലെങ്കിൽ ഡയമണ്ടിന്റെ അണ്ടറിലും വരുന്നുണ്ട്. അതായത് ഡയമണ്ട്സിന്റെ ഷേപ്പ് കൊടുത്തിട്ടുള്ള 1 മുതൽ 10 വരെ നമ്പർ ഉള്ള, അല്ലെങ്കിൽ എയ്സ് മുതൽ എയ്സും 2 to 10 വരെ നമ്പറും, ദെൻ കിങ്, ക്വീന്, ജാക്ക്, ഇത്രയും ഡയമണ്ട്സിന്റെ അണ്ടറിലും ഉണ്ട്. അതേപോലെ ഹാർട്ടിന്റെ അണ്ടറിലും ഉണ്ട്. അതേപോലെ സ്പേഡ്സിന്റെ അണ്ടറിലും ഉണ്ട്. There are 13 cards in each suit consisting of 1 to 10, then jack, queen, king of the suit. ഇപ്പൊ നോക്കിക്കേ, 13 എണ്ണം ഇതിന്റെ അണ്ടറിലായി. അങ്ങനെ 4 എണ്ണത്തിന്റെ അണ്ടറിലും 13 × 4 52 കിട്ടി. ഈ 13 എന്ന് പറയുന്നത് ഓരോന്നും എന്താന്ന് ഓർത്ത് വെക്കാം. അപ്പൊ ചിലപ്പം ക്വസ്റ്റ്യനിൽ തരാം ജാക്ക് ഓഫ് ക്ലബ്, ഒരു സ്യൂട്ട് കാർഡില്, ഒരു സ്റ്റാൻഡേർഡ് ഡക്ക് ഓഫ് കാർഡില് കാർഡ് ഡ്രോ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിങ്, ദാറ്റ് ഇസ് ക്ലബ്സ് ഓഫ് കിങ് കിട്ടാനുള്ള സാധ്യത എത്രയായിരിക്കും? കിങ്ങിന്റെ അണ്ടറിൽ എത്ര ക്ലബിന്റെ അണ്ടറിൽ എത്ര കിങ് ഉണ്ട്? ഒറ്റ കിങ്ങേ ഉള്ളൂ അല്ലെ ക്ലബിന്റെ അണ്ടറിലുള്ള കിങ്. ബാക്കി കിങ് ഡയമണ്ടിന്റെ അണ്ടറിലും ഹാർട്ടിന്റെ അണ്ടറിലും സ്പേഡ്സിന്റെ അണ്ടറിലും ഒക്കെ ഓരോ കിങ് ഉണ്ട്. ബട്ട് ക്ലബിന്റെ അണ്ടറിലുള്ള കിങ് എത്രയാണെന്ന് വെച്ചാൽ അത് 1 ആണ്. 1/52 ആയിരിക്കും അപ്പൊ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ അത് പഠിക്കാനുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡക്കിന്റെ ഫോർമാറ്റ് ആണ് തന്നിരിക്കുന്നത്. ഇത് പഠിച്ചു വെക്കാം. ദെൻ ഇനി ക്വസ്റ്റ്യൻ നോക്കാം. സപ്പോസ് യു നോ ദാറ്റ് ദ പിക്ഡ് കാർഡ്സ് ആർ ക്യൂ ഓഫ് സ്പേഡ്സ്, കെ ഓഫ് ഹാർട്ട്സ് ആൻഡ് ക്യൂ ഓഫ് സ്പേഡ്സ്. Can you decide if the sampling was with or without a replacement, that is dependent or independent? ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അതായത് സപ്പോസ് യു നോ ദാറ്റ് ദ പിക്ഡ് കാർഡ്സ് ആർ ക്യൂ ഓഫ് സ്പേഡ്സ്, അതായത് 3 കാർഡ് നമ്മൾ എടുക്കുവാണ്. അതിനകത്ത് ഒന്നാമത് എടുത്തപ്പം കിട്ടിയത് ക്യൂ ഓഫ് സ്പേഡ്സ് ആണ്. അതായത് സ്പേഡ്സിന്റെ അണ്ടറിലുള്ള ക്യൂ എന്ന് പറഞ്ഞ കാർഡാണ് ഒന്നാമത്തെ തവണ നമുക്ക് കിട്ടിയത്. ഇനി രണ്ടാമത്തെ തവണ നമ്മൾ കാർഡ് എടുക്കുമ്പോൾ കിട്ടിയത് കെ ഓഫ് ഹാർട്ട്സ് ആണ്. ഹാർട്ട്സിന്റെ അണ്ടറിൽ വരുന്ന കെ ആണ് രണ്ടാമത് കിട്ടിയത്. ദെൻ മൂന്നാമത് കിട്ടിയതോ ക്യൂ ഓഫ് സ്പേഡ്സ് ആണ്. സ്പേഡ്സിന്റെ അണ്ടറിലുള്ള ക്യൂ ആണ് മൂന്നാമത് കിട്ടിയത്. നോക്കിയോ, ഒന്നാമത് കിട്ടിയതും മൂന്നാമത് കിട്ടിയതും സെയിമാ അല്ലെ. അപ്പം ഈ ഒന്നാമത് കിട്ടിയ ആ സെയിം സാധനം നമുക്ക് മൂന്നാമതും കിട്ടി എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യൂ ഓഫ് സ്പേഡ്സ് ആകെ എത്ര എണ്ണേ ഉള്ളൂ? ഈ സ്പേഡ്സിന്റെ അണ്ടർ 13 എണ്ണം ഉണ്ട്. പക്ഷെ സ്പേഡ്സിന്റെ അണ്ടറിലുള്ള ക്യൂ എന്ന് പറയുന്നത് ഒറ്റ ഒന്നേ ഉള്ളൂ അല്ലെ. സ്പേഡ്സിന്റെ അണ്ടറിലുള്ള ക്യൂ ഒറ്റ ഒന്നേ ഉള്ളൂ. അതേപോലെ ഹാർട്ടിന്റെ അണ്ടറിലാണ് അടുത്ത ക്യൂ വരുന്നത്, ഡയമണ്ടിന്റെ അണ്ടറിലാണ് അടുത്ത ക്യൂ വരുന്നത്. അപ്പൊ സ്പേഡ്സിന്റെ അണ്ടറിൽ ഒറ്റ ക്യൂവേ ഉള്ളൂ. പക്ഷെ ഒന്നാമത് എടുത്തപ്പോഴും മൂന്നാമത് എടുത്തപ്പോഴും നമുക്ക് കിട്ടിയത് ഈ സെയിം ക്യൂ ആ. അതിനർത്ഥം എന്താ? അതിനർത്ഥം നമ്മൾ ഡൺ ചെയ്തിരിക്കുന്നത് എന്താണ്? വിത്ത് റീപ്ലേസ്മെന്റ് ആണ് അല്ലെ. ഒന്നെടുത്തു, തിരിച്ച് അത് തന്നെ നമ്മൾ അവിടെ ഇട്ടു. അപ്പൊ വിത്ത് റീപ്ലേസ്മെന്റ് ആണ് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ദാറ്റ്
ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഈവൻസ് ആണ് ഇത് മൂന്നും. ക്ലിയർ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സപ്പോസ് യു നോ ദാറ്റ് ദ പിക്ഡ് കാർഡ്സ് ആർ ക്യൂ ഓഫ് സ്പേസ്, ദെൻ രണ്ടാമത്തത് കെ ഓഫ് ഹാർട്സ്, രണ്ടും ഡിഫറെന്റ് ആണ് അല്ലെ. മൂന്നാമത്തതോ ജെ ഓഫ് സ്പേസ്, അതും ഡിഫറെന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ മീൻസ് ഇവിടെ മനസ്സിലാക്കേണ്ടത് മൂന്ന് കാർഡാ. Can you decide if the sampling was with or without a replacement? എന്നിട്ട് ചിലപ്പോൾ ഓപ്ഷനിൽ തരും. ഓപ്ഷൻ എ വിത്ത് റീപ്ലേസ്മെന്റ്, ഓപ്ഷൻ ബി വിത്തൗട്ട് എ റീപ്ലേസ്മെന്റ്, ദെൻ ഓപ്ഷൻ സി cannot decide. ഏത് ആൻസർ ഏതും? Can you decide എന്ന് ചോദിച്ചാല് cannot decide. Why? നമ്മൾ ഒന്നാമതെടുത്തത് ക്യൂ ഓഫ് സ്പേസ് ആണ്, രണ്ടാമതെടുത്തത് കെ ഓഫ് ഹാർട്സ് ആണ്, മൂന്നാമതെടുത്തത് ജെ ഓഫ് സ്പേസ് ആണ്. അത് നമുക്ക് ഒന്നാമതെടുത്തത് തിരിച്ചു വെച്ചിട്ടാവാം, വെക്കാതെ ആവാം, നമുക്ക് പറയാൻ പറ്റൂല. അതേസമയം ഒന്നാമതെടുത്തതും രണ്ടാമതെടുത്തതും സെയിം ആണെങ്കിൽ നമുക്ക് പറയാമായിരുന്നു അത് വിത്ത് റീപ്ലേസ്മെന്റ് ആണ് അല്ലെങ്കിൽ ഇൻഡിപെൻഡന്റ് ഈവന്റ് ആണ് എന്നൊക്കെയുള്ളത്. അപ്പൊ ഇവിടെ നമുക്കത് പറയാൻ പറ്റില്ല. ചിലപ്പം തിരിച്ചിട്ടതാവാം, ചിലപ്പം തിരിച്ചിടാത്തതാവാം. ഓക്കെ, മനസ്സിലായല്ലോ? ഇങ്ങനെ ഈ രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. നമ്മുടെ സിലബസിനകത്ത് തന്നെയുള്ള ടോപ്പിക് ആണിത്, അതുകൊണ്ട് നോക്കി വെക്കാം. അപ്പൊ ഇൻഡിപെൻഡൻസ് എന്താന്നുള്ളത് മനസ്സിലായി. ഇത് നോക്കുന്നത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് എന്ന് പറഞ്ഞാൽ എന്താണുള്ളത്. എ ആൻഡ് ബി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഈവൻസ് ഇഫ് ദേ കനോട്ട് ഒക്കർ അറ്റ് ദി സെയിം ടൈം. അതായത് രണ്ടും അറ്റ് എ ടൈം ഒക്കർ ചെയ്യാനായിട്ട് പാടില്ല. ദാറ്റ് മീൻസ് എ ആൻഡ് ബി ഡു നോട്ട് ഷെയർ എനി ഔട്ട്കം. That is P of A and B. That is P of A intersection B equal to 0 ആയിരിക്കണം. എയിലും ബിയിലും ഒരേപോലെ ഒന്നും വരാൻ പാടില്ല. P of A intersection B equal to 0 ആയിരിക്കണം. അല്ലെങ്കിൽ P of A intersection B എന്തായിരിക്കണം? ഒരു null set ആയിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ഡ്രോ 2 cards from a standard 52 card deck with replacement. Find the probability of getting at least one black card. So at least one black card കിട്ടാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മൾ കാണേണ്ടത് അല്ലെ. നോക്കാം. Draw 2 cards from a standard 52 card deck with a replacement. Find the probability of getting at least one black card. അപ്പൊ നമ്മള് കാർഡ്സിന്റെ ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഡെക്കിന്റെ ഫോർമാറ്റ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ റെഡ് കാർഡും അതേപോലെ ബ്ലാക്ക് കാർഡ്സും ആണ് ഉള്ളത്. അതിൽ ക്ലബും സ്പേഡ്സും ആണ് ബ്ലാക്ക് കാർഡ്സ്, ഡയമണ്ടും ഹാർട്ടുമാണ് റെഡ് കാർഡ്സ്. അപ്പൊ റെഡും ബ്ലാക്കും ആണ് ഉള്ളത്. ഈക്വൽ 13 ക്ലബും ഉണ്ട്, 13 സ്പേഡും ഉണ്ട്. അതായത് 26 ബ്ലാക്കും 26 റെഡ് കാർഡും ആണ് ഉള്ളത് അല്ലെ. അപ്പൊ ഇനി നോക്കിക്കഴിഞ്ഞാല് ഡ്രോ 2 cards from a standard 52 card deck with a replacement. Find the probability of getting at least one black card. ഇപ്പൊ 2 കാർഡ് ആണ് എടുക്കുന്നത് അല്ലെ. നമുക്ക് 2 കാർഡ് എടുക്കുമ്പോ അതില് ബ്ലാക്കും അല്ലെങ്കിൽ ഈ 2 കാർഡ്സും ബ്ലാക്കും റെഡും ഒക്കെ ആവാനുള്ള പ്രോബബിലിറ്റി ആദ്യം ഒന്ന് എഴുതി നോക്കാം. 2 കാർഡ്സ് ആണ് എടുക്കുന്നത്. അപ്പൊ വേണമെങ്കിൽ ഒന്നാമത് എടുക്കുന്ന കാർഡ് ബ്ലാക്ക് ആവാം, രണ്ടാമത് എടുക്കുമ്പോ അതും ബ്ലാക്ക് തന്നെ ആവാം, അതിനുള്ള പ്രോബബിലിറ്റി ഉണ്ട്. ഇനി ഒന്നാമത് എടുക്കുന്നത് ബ്ലാക്ക് ആവാം, രണ്ടാമത് എടുക്കുന്നത് റെഡ് ആവാം. ഇനി അതല്ലെങ്കിൽ ഒന്നാമത് എടുക്കുന്നത് റെഡ് ആവാം, രണ്ടാമത് എടുക്കുന്നത് ബ്ലാക്ക് ആവാം. ഇനി ഇങ്ങനെ അല്ലെങ്കിൽ ഒന്നാമത് എടുക്കുന്നത് റെഡ് ആവാം, രണ്ടാമത് എടുക്കുന്നതും റെഡ് ആവാം.
അല്ലെ? 4 അല്ലെങ്കിൽ 2 കാർഡ്സ് എടുക്കുമ്പോൾ ടോട്ടൽ പ്രോബബിലിറ്റി, ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത് ഇതൊക്കെയാണ് വരിക അല്ലെ? ബ്ലാക്കും വരാം, അല്ലെങ്കിൽ ഒന്നാമത്തെ ബ്ലാക്കും രണ്ടാമത്തെ റെഡും ആവാം, അല്ലെങ്കിൽ ഒന്നാമത്തെ റെഡും രണ്ടാമത്തെ ബ്ലാക്കും ആവാം, അല്ലെങ്കിൽ രണ്ടും റെഡ് ആവാം. ഈ റെഡ് ബാക്കി എന്താന്നുള്ളത് അവിടെ ക്വസ്റ്റ്യൻ ഇല്ല. അവിടെ സ്പെയ്ഡ് ആണോ ഡയമണ്ട് ആണോ അതിനൊന്നും ഒരു ക്വസ്റ്റ്യൻ ഇല്ല. റെഡും ബ്ലാക്കും മാത്രമേ ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ അതാണ് നമ്മൾ കാണേണ്ടത്. ഇനി ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അറ്റ്ലീസ്റ്റ് 1 ബ്ലാക്ക് കാർഡ്. അപ്പൊ മിനിമം ഒരു ബ്ലാക്ക് കാർഡ്, അറ്റ്ലീസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ എന്താ, മിനിമം ഒരു ബ്ലാക്ക് കാർഡ് എങ്കിലും ഉണ്ടായിരിക്കണം. മാക്സിമം എത്രയായാലും കുഴപ്പമില്ല, മിനിമം ഒരു ബ്ലാക്ക് എങ്കിലും ഉണ്ടായിരിക്കണം. ഒന്നാമത്തെ ഔട്ട്കം നോക്കിയേ, ഇവിടെ ഒരു ബ്ലാക്ക് ഇല്ലേ? ഉണ്ട് അല്ലെ? മിനിമം ഒരു ബ്ലാക്ക് ഇവിടെ ഉണ്ട്. രണ്ടാമതോ, അവിടെയും മിനിമം ഒരു ബ്ലാക്ക് ഉണ്ട്, ഇവിടെയും ഒരു ബ്ലാക്ക് ഉണ്ട്. ഇവിടെയോ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തില്ല, ഒരു ബ്ലാക്കും അവിടെ കാണാൻ പറ്റുന്നില്ല, രണ്ടും റെഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കം നോക്കിയേ, 3 ഉള്ളത് അല്ലെ? 3 ആണ്. ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം, പ്രോബബിലിറ്റിയുടെ ബേസിക് ഇക്വേഷൻ. 2ഉം 6 വരാനുള്ള സാധ്യതയും കൂടെ ചേർത്തിട്ട് ടോട്ടൽ ഔട്ട്കം നോക്കിയാൽ അവിടെ 4 ആണ് കാണാൻ പറ്റും. 3/4 ആണ് ഇവിടെ നമ്മളുടെ ആൻസർ. 3/4 എത്ര വരിക? 0.75. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്ലിപ്പ് 2 ഫെയർ കോയിൻസ്. 2 കോയിൻസ് നമ്മൾ ഫ്ലിപ്പ് ചെയ്യാണ്. Find the probabilities of the events. ഒന്നാമത്തത്, let f equal to the event of getting at most 1 tail. Means maximum ഒരു tail മാത്രമേ ആവാവൂ, മിനിമം പറഞ്ഞിട്ടില്ല. അപ്പൊ മിനിമം വേണമെങ്കിൽ 0 ആവാം, ഒരു tailഉം കിട്ടാതിരിക്കാം. പക്ഷെ മാക്സിമം ഒരു tailേ പാടുള്ളൂ. ഇപ്പൊ 0 or 1 tail. ഇതാണ് ഒന്നാമത് നമ്മൾ കാണേണ്ടത്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചെയ്തു വരാം. രണ്ടാമത്തത് ചോദിച്ചിരിക്കുന്നത്, let g equal to the event of getting 2 faces that are the same. ഇപ്പൊ രണ്ടും ഒരേ ഫേസ് കിട്ടാനുള്ള സാധ്യത. ഇനി h എന്ന് പറയുന്നത് ഒരു ഈവന്റ് h കൺസിഡർ ചെയ്യാണ്. ആ ഈവന്റ് എന്ന് പറയുന്നത് getting a head on the first flip. ഒന്നാമത്തെ ഫ്ലിപ്പിൽ ഹെഡ് കിട്ടണം, followed by a head or tail on the second flip. സെക്കൻഡ് ഫ്ലിപ്പിൽ എന്തായാലും കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ്, ആർ എഫ് ആൻഡ് ജി എന്ന് പറഞ്ഞാല് ഈ എഫും ഈ ജിയും ആ ചോദിക്കുന്നത്. ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ? എന്തായിരുന്നു മ്യൂച്വലി എക്സ്ക്ലൂസീവിന്റെ കണ്ടീഷൻ ആലോചിക്കുക, എന്നിട്ട് അതിവിടെ വരുന്നുണ്ടോ എന്ന് നോക്കുക. Then let j equal to the event of getting all tails. അങ്ങനെയാണെങ്കിൽ ആർ ജെ ആൻഡ് എച്ച് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ? അതാണ് നോക്കേണ്ടത്. അപ്പൊ മനസ്സിലായല്ലോ, മ്യൂച്വലി എക്സ്ക്ലൂസീവ്നെസ്സും ഇൻഡിപെൻഡൻസും ഒക്കെ അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ഈ രീതിയിലാണ് നമ്മളോട് ചോദിക്കുക. ഇനി നോക്കാം, ഫ്ലിപ്പ് 2 ഫെയർ കോയിൻസ് അല്ലെ? 2 കോയിൻ ആണ് ഫ്ലിപ്പ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് 2 കോയിൻസ് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഔട്ട്കംസ്, ടോട്ടൽ ഔട്ട്കംസ്, ദാറ്റ് ഇസ് സാമ്പിൾ സ്പേസ് ഒന്ന് എഴുതി നോക്കാം. ഒന്നാമത്തെ ഫ്ലിപ്പിൽ ഹെഡ് വരാൻ സാധ്യതയുണ്ട്. രണ്ടാമത് ഫ്ലിപ്പ് ചെയ്യുമ്പോഴും വേണമെങ്കിൽ ഹെഡ് വരാം. അപ്പൊ ഹെഡ് ഒന്നാമത്തെ ഔട്ട്കം. ഇനി രണ്ടാമത്തത്, ഒന്നാമത് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഹെഡ് വന്നു, രണ്ടാമത് ഫ്ലിപ്പ് ചെയ്യുമ്പോഴത്തേക്കും ടെയിൽ വന്നു. ഇനി ഒന്നാമത്തെ കോയിൻ ഫ്ലിപ്പ് ചെയ്തപ്പോൾ ടെയിൽ വന്നു, രണ്ടാമത്തെ കോയിൻ ഫ്ലിപ്പ് ചെയ്തപ്പോ ഹെഡ് വന്നു. ഇനി ഒന്നാമത് ഫ്ലിപ്പ് ചെയ്തപ്പോൾ ടെയിൽ വന്നു, രണ്ടാമത് ഫ്ലിപ്പ് ചെയ്തപ്പോഴും ടെയിൽ തന്നെ വന്നു. ടെയിൽ. ഇതാണല്ലോ ടോട്ടൽ ഔട്ട്കം എന്ന് പറയുന്നത്. 2 കോയിൻ ഫ്ലിപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ടോട്ടൽ ഔട്ട്കം അല്ലെ? ഇനി നമുക്ക് ഓരോന്നായിട്ട് ചെയ്ത് നോക്കാം. Let f equal to the event of getting at most 1 tail. അതായത് മാക്സിമം ഒരു ടെയിൽ വരെ വരാനുള്ള സാധ്യതയാണ് എഫ് പറഞ്ഞിരിക്കുന്നത്. അതായത് മാക്സിമം ഒരു ടെയിൽ ആയിരിക്കണം,
അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ HH അവിടെ ഒരു ടെയിലും ഇല്ല അല്ലെ. മിനിമം പറയാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇത് കൺസിഡർ ചെയ്യാം. ഇവിടെയോ ഒരു ടെയില് അറ്റ്ലീസ്റ്റ് മിനിമം ട്രേഡ് ഗെറ്റിംഗ് അറ്റ്മോസ്റ്റ് 1 ടെയിൽ മാക്സിമം 1 ടെയിൽ അല്ലെ. അപ്പൊ മാക്സിമം 1 ടെയിൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ടെയിൽ ഉണ്ട്, ഇവിടെയും ഒരു ടെയിൽ ഉണ്ട്, ഇവിടെ 2 ടെയിൽ ഉണ്ട്. അതെടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം മാക്സിമം അറ്റ്മോസ്റ്റ് 1 ടെയിലാ പറഞ്ഞിരിക്കുന്നത്. മീൻസ് മാക്സിമം ഒരു ടെയിലേ പാടുള്ളൂ. അപ്പൊ 2 ടെയിൽ എടുക്കാൻ പറ്റൂല നമുക്ക്. അപ്പൊ ഇവിടുത്തെ പ്രോബബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഫേവറബിൾ ഔട്ട്കം 3 ആണ്, ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം 4. അപ്പൊ 3/4 ആണ് ഇവിടുത്തെ നമ്മുടെ ആൻസർ. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ഇവന്റ്, ലെറ്റ് G ഈക്വൽ ടു event of getting 2 faces that are same. അതായത് ഒരേപോലത്തെ 2 ഫേസസ് കിട്ടണം. അതായത് 2 കോയിൻ ടോസ് ചെയ്യാണ്. അപ്പം ഒന്നെങ്കിൽ 2 ഫേസും ഹെഡ് ആയിരിക്കണം അല്ലെ, രണ്ടും ഒരേപോലത്തെ ഫേസ് ആവണം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ 2 ഹെഡ് ആവണം അല്ലെങ്കിൽ 2 ടെയിൽ ആവണം അല്ലെ. അതിനുള്ള ചാൻസ് എത്രയാണ്? ഇവിടെ ടെയിലും ഹെഡും വരുന്ന ഫേവറബിൾ ഔട്ട്കം 2 എണ്ണേ ഉള്ളൂ. അപ്പൊ 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കം 4, 2/4. ക്ലിയർ? ഇനി let H the event of getting a head on the first flip followed by a head or tail on the second flip. ഇപ്പൊ കണ്ടീഷൻ ഒന്നേ ഉള്ളൂ, ഒന്നാമത്തെ ഫ്ലിപ്പില് എന്ത് വരണം? the event of getting a head on the first flip. ഇപ്പൊ ഒന്നാമത് ഹെഡ് വരണം. ഇവിടെ ഒന്നാമത് ഹെഡ് അല്ലേ? അതെ, ഇവിടെയും ഒന്നാമത് ഹെഡ് ആണ്, ഇവിടെ ഒന്നാമത് ടെയിലാ, ഇവിടെയും ഒന്നാമത് ടെയിലാണ്. അപ്പൊ അതെടുക്കാൻ പറ്റില്ല. ഇനി ഒന്നാമത് ഹെഡ് ആണ്, രണ്ടാമത് എന്തും ആവാന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2 ആണ് ഫേവറബിൾ ഔട്ട്കം. അപ്പൊ 2/4 ആണ് ഇവിടുത്തെ ആൻസർ. ഇനി നെക്സ്റ്റ്, ആർ എഫ് ആൻഡ് ജി മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. എഫ് ആൻഡ് ജി രണ്ടും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ നമ്മൾ കണ്ടീഷൻ എഴുതിയിരുന്നു, എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു നൾ സെറ്റ് ആയിരിക്കണം. എ ഇന്റർസെക്ഷൻ ബി നൾ സെറ്റ് ആയിരിക്കണം. അതായത് എയിലും ബിയിലും ഒരേപോലെ വരുന്ന ഔട്ട്കംസ് ഉണ്ടാവാൻ പാടില്ല. അപ്പോഴാണ് എന്താവുക? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവുന്നത്. എഫിലും ജിയിലും ഒരേപോലെ വരാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഔട്ട്കം ഉണ്ടോ? എഫില് ഈവന്റ് ഓഫ് ഗെറ്റിംഗ് അറ്റ്മോസ്റ്റ് 1 ടെയിൽ ആണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം 1 ടെയിൽ കിട്ടാനുള്ള സാധ്യത ഈ 3 എണ്ണമാണ് നമ്മൾ അവിടെ എടുത്തിരുന്നത്. ഇനി ജിയിലോ, the event of getting 2 faces that are same. രണ്ടും ഒരേ ഫേസ് വരാൻ സാധ്യതയുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാല് രണ്ടാമത്തേത് ജി എന്ന് പറയുന്നത് the event of getting 2 faces that are same അല്ലെ. അവിടെ രണ്ടും സെയിം ഫേസ് വരുന്നത് നമ്മൾ 2/4 എഴുതിയേ. മീൻസ് ഈ HHും നമ്മൾ കൺസിഡർ ചെയ്തിരുന്നു, TTയും കൺസിഡർ ചെയ്തിരുന്നു. പക്ഷെ ഇത് രണ്ടിലും ഒരേപോലെ വരുന്നത്, അതായത് എഫിലും ജിയിലും ഒരേപോലെ വരുന്നത് HH ഉണ്ട് അല്ലെ. അപ്പം അത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവണമെങ്കിൽ എന്ത് വേണം? എ ഇന്റർസെക്ഷൻ ബിയിൽ ഒന്നും ഉണ്ടാവരുത്. പക്ഷെ ഇവിടെ എ ഇന്റർസെക്ഷൻ ബിയിൽ ഇതേ ഒരു ഔട്ട്കം ഉണ്ട്. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ഇത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് അല്ല എന്നുള്ളത്. അപ്പം എഫ് ആൻഡ് ജി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് പറയണം? എഫ് ആൻഡ് ജി ഇസ് നോട്ട് ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എഫ് ആൻഡ് ജി ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ്. ഇനി നെക്സ്റ്റ്, ലെറ്റ് ജെ ഈക്വൽ ടു the event of getting all tails. എല്ലാം ടെയിൽ ആവാനുള്ള പ്രോബബിലിറ്റി നോക്കിക്കേ, ഒറ്റയൊന്ന് മാത്രമേ ഉള്ളൂ അല്ലെ രണ്ടും ടെയിൽ വരുന്നത്. അപ്പൊ അത് 1/4 ആണ്. ഇനി
ആർ ജെ ആൻഡ് എച്ച് മ്യൂച്വലി എക്സ്ക്ലൂസീവ്? ജെ ഇതാണ്, എച്ച് എന്താ പറയുന്നത്? ദ ഇവന്റ് ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് ഓൺ ദ ഫസ്റ്റ് ഫ്ലിപ്പ് ഫോളോഡ് ബൈ എ ഹെഡ് ഓർ ടെയിൽ ഓൺ ദ സെക്കൻഡ് ഫ്ലിപ്പ്. ഒന്നാമത്തേത് ഹെഡ് ആയിരിക്കണം അല്ലെ. അപ്പൊ അത് നോക്കിക്കേതേ, നമ്മള് ഈ പറയുന്ന എച്ച് കൊടുത്തിരുന്നു, ദെൻ എച്ച് ടിയും എടുത്തിരുന്നു, ബാക്കിയൊന്നും എടുത്തില്ല അല്ലെ. അപ്പൊ ഇത് രണ്ടുമായിരുന്നു വന്നത്. ഇനി ജെയിലോ ഈവന്റ് ഓഫ് ഗെറ്റിംഗ് ഓൾ ടെയിൽസ് ആണ്, അത് ഇതാ വരുന്നത് അല്ലെ. അപ്പൊ ഇത് രണ്ടിലും ഒരേപോലെ വരുന്ന എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് പറയാം ജെ ആൻഡ് എച്ച് എന്ന് പറയുന്നത്, ജെ ഇന്റർസെക്ഷൻ എച്ച് എന്ന് പറയുന്നത് എന്താണ്? ഒരു നൾ സെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ജെ ആൻഡ് എച്ച് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. യെസ് എന്ന് നമുക്ക് പറയാം. ക്ലിയർ ആയല്ലോ? ഈ രീതിയിലാണ് ഈ ഇൻഡിപെൻഡൻസിന്റെയും അതേപോലെ മ്യൂച്വലി എക്സ്ക്ലൂസീവിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻസ് വരിക. ഇനി നെക്സ്റ്റ് സെയിം പാറ്റേണിലുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്, അതുകൂടെ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. എ ബോക്സ് ഹാസ് 2 balls. 2 balls ഉള്ള ഒരു ബോക്സ് ആണ്. 1 white and 1 red. ഒരു വൈറ്റ് ബോളും ഒരു റെഡ് ബോളും. അധികം ബോൾസ് ഒന്നും ഇല്ല കേട്ടോ. ഒരു റെഡ് ബോളും ഒരു വൈറ്റ് ബോളും മാത്രമേ ഉള്ളൂ. ഇനി we select 1 ball, put it back in the box. ഒരു ബോൾ എടുത്തു, അത് തിരിച്ച് അവിടെ തന്നെ ഇട്ടു എന്ന് പറഞ്ഞാല് വിത്ത് റീപ്ലേസ്മെന്റ് ആണ്. അതായത് രണ്ട് ഈവന്റും ഇൻഡിപെൻഡന്റ് ആണെന്ന് അർത്ഥം. ഇനി ആൻഡ് സെലക്ട് എ സെക്കൻഡ് ബോൾ, ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ദി ഫോളോയിങ് ഈവന്റ്സ്. ഇപ്പൊ താഴെ തന്നിരിക്കുന്ന ഈവന്റ്സ് നടക്കാനുള്ള പ്രോബബിലിറ്റി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. Okay. Let f equal to the event of getting the white ball twice. അപ്പൊ അതിന് മുന്നേ നമുക്ക് ഈ ബോൾസ് ഏതൊക്കെയാണ് ടോട്ടൽ ഔട്ട്കം എന്നുള്ളതെന്ന് എഴുതി നോക്കാം. അപ്പൊ എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. 2 ബോൾസ് ആണ്, ഒരു വൈറ്റ് ബോളും ഉണ്ട് ഒരു റെഡ് ബോളും ഉണ്ട് അല്ലെ. നമ്മൾ ഒരു ബോൾ ആണ് സെലക്ട് ചെയ്യുന്നത്. ആൻഡ് പുട്ട് ഇറ്റ് ഇൻ അനദർ ബോക്സ് ആൻഡ് സെലക്ട് ദി സെക്കൻഡ് ബോൾ. അപ്പൊ ഒന്നെങ്കിൽ നമുക്ക് ആദ്യത്തെ തവണ ബോൾ എടുക്കുമ്പം അത് റെഡ് ബോൾ ആവാം, രണ്ടാമത്തെ തവണ എടുത്തതും റെഡ് ബോൾ ആവാം. ഇനി അടുത്തത് ഒന്നാമത് എടുക്കുന്നത് റെഡ് ബോൾ ആവാം, രണ്ടാമത് എടുക്കുന്നത് വൈറ്റ് ബോൾ ആവാം. അല്ലെങ്കിൽ ഒന്നാമത് എടുക്കുന്നത് വൈറ്റ് ബോൾ ആവാം, രണ്ടാമത് എടുക്കുന്നത് റെഡ് ബോൾ ആവാം. ഇനി ഇങ്ങനെയല്ല എന്നുണ്ടെങ്കിൽ ഒന്നാമത്തത് വൈറ്റ് ബോൾ ആവാം, രണ്ടാമത്തതും ഓൾസോ വൈറ്റ് ബോൾ തന്നെ. ഇത്രയാണ് ടോട്ടൽ ഔട്ട്കംസ് വരുന്നത്. ഇനി നോക്കേണ്ടത് ലെറ്റ് f be the event of getting the white ball twice. 2 തവണ വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബബിലിറ്റി അതാണ് കാണേണ്ടത്. 2 തവണയും വൈറ്റ് ബോൾ കിട്ടണം. അത് ഈ ഒരു ഔട്ട്കം മാത്രമേ ഉള്ളൂ അല്ലെ, വൈറ്റും വൈറ്റും വരുന്നത്. അപ്പൊ നമുക്ക് 1/4 എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് ജി എന്ന് പറഞ്ഞ ഈവന്റ്, ഈവന്റ് ഓഫ് ഗെറ്റിംഗ് 2 balls ഓഫ് ഡിഫറെന്റ് കളേഴ്സ്. 2 ബോൾസ് ആണ് എടുക്കുന്നത് ആൻഡ് ആ 2 ബോൾസും ഡിഫറെന്റ് കളർ ആവാനുള്ള സാധ്യതയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 ബോളും ഡിഫറെന്റ് കളർ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് റെഡ് കിട്ടിയാൽ രണ്ടാമത് വൈറ്റ് കിട്ടണം, അല്ലെങ്കിൽ ഒന്നാമത് വൈറ്റ് കിട്ടിയാൽ രണ്ടാമത് റെഡ് കിട്ടണം. ഈ 2 എണ്ണം നമുക്ക് ഉൾപ്പെടുത്താം അല്ലെ. അപ്പൊ ഇവിടെ 2/4 എന്ന് നമുക്ക് എഴുതാം. 2/4 നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചുരുക്കി എഴുതാം അല്ലെ, 1/2 എന്ന് എഴുതാം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ് h be the event of getting white ball on the first pick. ഫസ്റ്റ് നമ്മൾ പിക്ക് ചെയ്യുമ്പോൾ വൈറ്റ് ബോൾ കിട്ടണം. രണ്ടാമത് എന്താവണം എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ഒന്നാമത് വൈറ്റ് ആവണം എന്നേ പറഞ്ഞിട്ടുള്ളൂ.
അപ്പൊ ഒന്നാമത് വൈറ്റ് വരുന്നത് ദേ ഇവിടെയും ഒന്നാമത് വൈറ്റ് ആണ് ആൻഡ് ഇവിടെയും ഒന്നാമത് വൈറ്റ് ആണ്. അപ്പൊ രണ്ട് ഔട്ട്കംസ് അവിടെയും വരാം. ഡിവൈഡഡ് ബൈ 4. അഗൈൻ നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാം? 1 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, ആർ എഫ് ആൻഡ് ജി മ്യൂച്വലി എക്സ്ക്ലൂസീവ്? എഫും ജിയും മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണോ? എഫ് എന്തായിരുന്നു? ഈവന്റ് ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ ട്വൈസ്. 2 തവണ വൈറ്റ് ബോൾ. അത് ദേ ഇതാണല്ലേ. ഇനി മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആവുമ്പോ എന്ത് വേണം? എഫും ജിയും, അതായത് എഫ് ഇന്റർസെക്ഷൻ ജി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഒരു നൾ സെറ്റ് ആയിരിക്കണം. അതായത് എഫിലും ജിയിലും ഒരേപോലെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിയപ്പോ എഫ് ഇതായിരുന്നു വന്നത്, രണ്ടും വൈറ്റ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അതിൽ നമ്മൾ ഇതാണ് ഒരു ഔട്ട്കം ആയിട്ട് എടുത്തത്. ഇനി ജി എന്തായിരുന്നു? ഈവന്റ് ഓഫ് ഗെറ്റിംഗ് 2 ബോൾസ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ്. 2 ബോൾസ് ഡിഫറെന്റ് കളർ ആയിരിക്കണം. അത് നമ്മൾ ഇതായിരുന്നു എടുത്തത് അല്ലെ. അപ്പൊ ഈ രണ്ടിലും ഒരേപോലെ ഉള്ളത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പം നമുക്ക് പറയാൻ പറ്റും എഫിലും ജിയിലും ഒന്നും കോമൺ ആയിട്ട് ഇല്ല എന്നുള്ളത്. ദാറ്റ് എഫ് ഇന്റർസെക്ഷൻ ബി ഈസ് എ നൾ സെറ്റ്. അതുകൊണ്ട് തന്നെ എഫ് ആൻഡ് ജി ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇനി നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ആർ ജി ആൻഡ് എച്ച് മ്യൂച്വലി എക്സ്ക്ലൂസീവ്? ജി പറഞ്ഞിരിക്കുന്നത് ദ ഈവന്റ് ഓഫ് ഗെറ്റിംഗ് 2 ബോൾസ് ഓഫ് ഡിഫറെന്റ് കളേഴ്സ്, അതായത് ഇത് തന്നെ അല്ലെ. പിന്നെ എച്ച് പറഞ്ഞിരിക്കുന്നതോ ഈവന്റ് ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ ഓൺ ദി ഫസ്റ്റ് ഫ്ലിപ്പ്. അത് ഇതായിരുന്നു നമ്മൾ ഉൾപ്പെടുത്തിയത് അല്ലെ. ഇതും ഉൾപ്പെടുത്തിയിരുന്നു, ഇതും രണ്ടും ഉൾപ്പെടുത്തിയിരുന്നു. അപ്പൊ നമുക്ക് പറയാൻ പറ്റും ആറും ഡബ്ല്യു ആറും ആയിരുന്നു നമ്മളുടെ ജി. എച്ച് പറയുമ്പോ ഡബ്ല്യു ആറും ആണ്. ഇവന്റ് ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ ഓൺ ദി ഫസ്റ്റ് പിക്ക്. അപ്പൊ ഇവിടെ എ ഇന്റർസെക്ഷൻ ജി ഇന്റർസെക്ഷൻ എച്ച് എന്ന് പറയുന്നത് നൾ സെറ്റ് ആണോ? അല്ല. ജി ഇന്റർസെക്ഷൻ എച്ച് എന്ന് പറയുന്നത് ഒരു വാല്യൂ നമുക്ക് അവിടെ പറയാനായിട്ട് സാധിക്കും അല്ലെ. അതുകൊണ്ട് തന്നെ ദിസ് ഈസ് നോട്ട് ഈക്വൽ ടു എ നൾ സെറ്റ്. ദാറ്റ് മീൻസ് ജി ആൻഡ് എച്ച് ആർ നോട്ട് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നുള്ളത്. ഓക്കെ. ഇങ്ങനെ ഈ രീതിയിലാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ ക്ലിയർ ആയല്ലോ? മ്യൂച്വലി എക്സ്ക്ലൂസീവും അതേപോലെ ഇൻഡിപെൻഡൻസും എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യനിൽ വരിക എന്നുള്ളത്. അപ്പൊ ഇതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി കുറച്ചുകൂടെ അതിന്റെ ആ ഒരു ഫോർമാറ്റ് വെച്ചിട്ടുള്ള ഈ സെയിം ഫോർമാറ്റ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പല രീതിയിൽ ഇനിയും വരാൻ സാധ്യതയുണ്ട്. കുറച്ച് കോമൺ ആയിട്ട് വരുന്ന ടൈപ്പിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിലും കൂടെ പറ്റുവാണെങ്കിൽ ഒന്ന് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.